ശരിക്കും നിങ്ങൾ മനസ്സിലാക്കിയോ? നിങ്ങൾ എഴുതിവിട്ടതാണ്. എന്താണ് എഴുതിവിട്ടത്? മമ്പർത്തപ്പാപ്പ വെള്ളിയാഴ്ച ജുമയുടെ സമയമായപ്പോൾ പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്ന മുഅദ്ദിനെയും കൂട്ടിയിട്ട് മമ്പറത്തെ കടവിലങ്ങ് മുങ്ങിയിട്ട് പൊങ്ങിയത് ഹറമിലാണ്. അഥവാ മമ്പർത്തപ്പാപ്പ എല്ലാ ജുമക്കും അതാ ബാങ്കിന്റെ സമയമായാൽ മുങ്ങിയിട്ട് ഹറമിലേക്ക് ആ ജുമക്ക് പോകുന്നത് ഇത് ഇസ്ലാമാണോ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ അവിടുന്ന് ഹിജ്റ പോയത് എത്ര പ്രയാസപ്പെട്ടുകൊണ്ടാ. അതേ 3 ദിവസം അതാ അതേ സൗർ ഗുഹയിൽ നബി തങ്ങൾ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഒളിച്ചിരിക്കുന്നു. പ്രയാസപ്പെട്ടുകൊണ്ട് എത്രയോ ദിവസങ്ങൾ നടന്നിട്ടാണ് നേതാവായ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് എത്തുന്നത്. അതേ അവസരത്തിൽ ഇവരിതാ ഉലിയാക്കന്മാരെ വർണ്ണിച്ച് പുകഴ്ത്തിയിട്ട് അവസാനം പറയുന്നു, മമ്പർത്ത പള്ളിയിൽ ജുമാന്റെ നേരമായാലും മൂപ്പര് ജുമാക്ക് പങ്കെടുക്കാതെ അതേ ബാങ്ക് കൊടുക്കുന്ന മുക്രിക്കാട് കയ്യും പിടിച്ചിട്ട് മമ്പർത്ത കടവിലെന്ന് പൊങ്ങിയത് ഹറമിലാണ് പോലും. ഹറമിലെവിടെയാ പൊഴാൻ എനിക്കറിഞ്ഞുകൂടാ. ഏതായാലും അവിടെയാ ജുമാക്ക് പങ്കെടുക്കുന്നത്. മാത്രമല്ല തങ്ങൾ പാപ്പാടെ സ്ഥിരം പരിപാടി എന്താണ്? അതും കൂടി ഇവർ തന്നെ എഴുതിയത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കട്ടെ. ബഹളം കൂട്ടിയിട്ടും വിഷമിച്ചിട്ടുമൊന്നും കാര്യമില്ല പ്രിയപ്പെട്ടവരെ. നിങ്ങൾ എഴുതുകയാണ് കേട്ടോ. നിശാ പ്രാർത്ഥന മമ്പുറത്തെ സ്വന്തം വീട്ടിനടുത്തുള്ള പള്ളിയിൽ വെച്ചും പ്രഭാത നേരത്ത് മസ്ജിദുൽ ഹറാമിൽ വെച്ചും പതിവായി അനുഷ്ഠിച്ചിരുന്ന മമ്പുറന്തങ്ങൾ 1 ദിവസമല്ല 2 ദിവസമല്ല, എല്ലാ ദിവസവും മമ്പർത്തപ്പാപ്പാന് ഇശാക്ക് മമ്പർത്ത പള്ളിയിൽ ജമാഅത്തിനുണ്ട്. സുബഹിക്ക് മൂപ്പരില്ല പോലും. ഞങ്ങളല്ല പറയുന്നത്, ഞങ്ങളല്ല എഴുതുന്നത്, നിങ്ങളാണ് എഴുതുന്നത്. മമ്പർത്തപ്പാപ്പാടെ പതിവെന്താണ്? ഇശാക്ക് പള്ളിയിൽ വരും, പക്ഷേ സുബഹി എല്ലാ ദിവസവും നിസ്കരിക്കുന്നത് മമ്പുറത്തല്ല, ഹറമിലാണ്. ഇതെന്ത് ഇസ്ലാമാണ്? ഇത് പറയുമ്പോൾ നിങ്ങൾ എന്തിന് വിഷമിക്കണം പ്രിയപ്പെട്ടവരെ? ഇന്ത്യ രാജ്യത്ത് ഞങ്ങൾക്ക് അനുവദിച്ചു കിട്ടിയ പൗര സ്വാതന്ത്ര്യവും പെർമിഷനും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആർക്കും പ്രസംഗിക്കാൻ സ്വാതന്ത്ര്യമുള്ള ഈ മണ്ണിൽ ഞങ്ങൾ ദീന് മാന്യമായി പറയുമ്പോൾ അത് കേട്ടു നിൽക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരല്ലേ? ഇനി കേൾക്കാൻ തയ്യാറില്ലെങ്കിൽ മാറിപ്പോവുകയല്ലാതെ ഈ പരിപാടി കലക്കാൻ ശ്രമിക്കുന്നത് മാന്യമാണോ? അതുകൊണ്ട് ശരിക്കും നിങ്ങളൊന്ന് ആലോചിക്കണം, ശരിക്കും നിങ്ങൾ ചിന്തിക്കണം. ഞങ്ങൾ ഔലിയാക്കന്മാരെ കുറ്റം പറയുന്നവരല്ല. അതേ അവസരത്തിൽ നിങ്ങൾ പരിചയപ്പെടുത്തുന്ന ഇത്തരത്തിലുള്ള ഔലിയാക്കൾ അത് ഇസ്ലാം പരിചയപ്പെടുത്തുന്ന ഔലിയാക്കളല്ല. മാത്രമല്ല സഹോദരാ, ചിന്തിച്ചോ, ഒരു മുസ്ലിമായ മനുഷ്യന്, ഒരു പുരുഷന് സ്വർണം ധരിക്കൽ അനുവദനീയമാണോ? പട്ട് ധരിക്കൽ അനുവദനീയമാണോ? എന്നാൽ സമസ്തയുടെ നേതാവ് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ രചിച്ച മമ്പുറത്തെ പാപ്പാടെ പേരിലുള്ള മമ്പുറം തങ്ങൾ മൗലിദിലതാ മമ്പുറത്തെ തങ്ങളെ കുറിച്ച് പറയുന്നത് അദ്ദേഹം പട്ട് ധരിച്ചിരുന്നു പോലും, അദ്ദേഹം അതാ സ്വർണത്തിന്റെ മോതിരം ധരിച്ചിരുന്നു പോലും. പ്രിയപ്പെട്ടവരെ, ഞങ്ങളല്ല പറയുന്നത്, നിങ്ങൾ എഴുതിയ മൗലിദിലാ ഉള്ളത്. മമ്പുറത്തെ തങ്ങളുപ്പാപ്പ അതെ സ്വർണത്തിന്റെ മോതിരം ധരിച്ചിരുന്നു പോലും എന്റെ സമുദായത്തിലെ പുരുഷന്മാർക്ക് അത് ഹറാമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അക്കാര്യം മമ്പുറത്തപ്പാപ്പ ചെയ്യുമോ? അങ്ങനെ ചെയ്യുമെന്ന്, അങ്ങനെ ചെയ്തിരുന്നു എന്ന് നിങ്ങൾ എഴുതി വെക്കുന്നത് മമ്പുറത്തെ തങ്ങളെ ആദരിക്കലാണോ അതോ അനാദരിക്കലാണോ? അതുകൊണ്ടാ ഞങ്ങൾ പറയുന്നത്, നിങ്ങൾ പരിചയപ്പെടുത്തുന്ന ഔലിയാക്കളൊന്ന് വേറെ, ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന ഔലിയാക്കൾ ഒരു ഹറാമത്ത് പോയിട്ട് ഒരു കറാഹത്ത് പോലും അവരറിഞ്ഞുകൊണ്ട് ചെയ്യില്ല എന്നല്ലേ പറയുന്നത്. അതേ അവസരത്തിലതാ CM മടവൂര് നിസ്കരിക്കാറില്ല എന്നും ആ നിസ്കാരത്തിന്റെ സമയത്ത് കാണാഞ്ഞപ്പോൾ അദ്ദേഹം ഇങ്ങനെ കൈപ്പത്തി ഉയർത്തി കാണിച്ചപ്പോൾ ഹറമിൽ അദ്ദേഹം ഇമാമായി നിസ്കരിക്കുന്ന ചിത്രമതാ വാതിലിന്മേലും കൈപ്പത്തിയിന്മേലും സ്ക്രീനിൽ തെളിയുന്നു എന്ന് നിങ്ങളല്ലേ പരിചയപ്പെടുത്തുന്നത്. മഹാന്മാരായ ഔലിയാക്കൾ നിസ്കരിക്കേണ്ടവരാണ്. അവർ ഭക്ഷണം കഴിക്കുന്നത് കാണുമ്പോൾ നിസ്കരിക്കുന്നതും കാണും. അവർക്കും ഒരൊറ്റ തടിയാണ്. നിങ്ങൾ
നിങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഔലിയാക്കൾക്ക് 40 തടിയാണ്, 360 തടിയാണ്, അവർക്കൊരു തടിയല്ല എന്നാണ് ഇസ്ലാം പരിചയപ്പെടുത്തുന്ന. ഔലിയാക്കൾക്കും അമ്പിയാക്കൾക്കും ശുഹദാക്കൾക്കും സിദ്ദീഖീങ്ങൾക്കും സാലിഹീങ്ങൾക്കുമൊന്നും ഇരട്ടത്തടിയില്ല, 40 തടിയില്ല, 300 തടിയില്ല. അവർക്കൊക്കെ ഒരൊറ്റ തടിയേ ഉണ്ടായിരുന്നുള്ളൂ. ഇതാണ് സുന്നത്ത് ജമാഅത്ത്. ഇതാണ് സുന്നത്ത് ജമാഅത്ത്. അല്ലെങ്കിൽ പറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറ, മഹാന്മാരായ ഔലിയാക്കൾക്ക് 40 ശരീരമുണ്ട്, 360 ശരീരമുണ്ട്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അങ്ങനെ വിശ്വസിച്ചുവെങ്കിൽ പറ. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ വിശ്വാസക്കാരനായിരുന്നുവെങ്കിൽ പറ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആ വിശ്വാസക്കാരനായിരുന്നുവെങ്കിൽ പറ. അലി റളിയല്ലാഹു തആല അൻഹു ആ വിശ്വാസക്കാരനായിരുന്നുവെങ്കിൽ പറയൂ. ഇല്ല, ഒരു നിലക്കും അത് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധ്യമല്ല. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, മഹാന്മാരായ സ്വഹാബത്ത് വിശ്വസിച്ചതെന്ന് വേറെ, ഇവര് വിശ്വസിക്കുന്നതെന്ന് വേറെ. കണ്ടോ, ദിവസങ്ങളെ ചീത്ത പറയുന്ന സമ്പ്രദായം സ്വഹാബത്തിന്റെ വിശ്വാസത്തിലില്ല. ദിവസങ്ങൾക്ക് നഹ്സ് കരുതുന്ന സമ്പ്രദായം സ്വഹാബത്തിന്റെ വിശ്വാസങ്ങളിൽ ഇല്ല, അവരുടെ ആചാരങ്ങളിൽ ഇല്ല, അവരുടെ നടപടിക്രമങ്ങളിൽ ഇല്ല. ഒടുക്കത്തെ ബുധനാഴ്ച നഹ്സാണ് പോലും, ഒടുക്കത്തെ ബുധൻ പാടില്ല പോലും. ഒടുക്കത്തെ ബുധനാഴ്ച വളരെയേറെ നഹ്സാണ്. അതുപോലെ തന്നെ അതേ വസ്ത്രം ധരിക്കാൻ പാടില്ല. ബുധനാഴ്ച, ശനിയാഴ്ച, ഞായറാഴ്ച ഓരോ ദിവസങ്ങളെ ഈ രൂപത്തിൽ ഇങ്ങനെ പ്രത്യേകമായി കൊണ്ട് വേർതിരിച്ച്, ഓരോ ദിവസങ്ങളെയും ഇങ്ങനെ വേർതിരിച്ച് ആ ദിവസങ്ങളെയൊക്കെ ദുശ്ശഗുണത്തിൻ്റെതായ ഗണത്തിൽ ഉൾക്കൊള്ളിക്കുന്ന സമ്പ്രദായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ചില ദിവസങ്ങളെക്കാൾ പുണ്യം പറഞ്ഞിട്ടുണ്ട്. വെള്ളിയാഴ്ച ഏറെ പുണ്യമുള്ള ദിവസമാണ്. അതുപോലെ തന്നെ റമദാൻ മാസം ഏറെ പുണ്യമുള്ള മാസമാണ്. അതുപോലെ ആദരിക്കപ്പെടേണ്ടുന്ന യുദ്ധം പ്രത്യേകം നിഷിദ്ധമായ 4 മാസങ്ങൾ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം പ്രത്യേകം പ്രവാചകൻ മഹത്വം പഠിപ്പിച്ച മാസങ്ങളെ അപേക്ഷിച്ച് അല്ലാത്ത മാസങ്ങൾ മോശമാണെന്നല്ല. അതുപോലെ തന്നെ അല്ലാത്ത ദിവസങ്ങൾ മോശമാണെന്നല്ല. അതേ അവസരത്തിൽ പലപ്പോഴും അതാ ജനങ്ങളോട് പലപ്പോഴും മുസ്ലിയാക്കന്മാര് പറയുന്നു, അവർ അറബി പഞ്ചാംഗം നോക്കിയിട്ട് പറയുന്നു, അതേ ഇന്ന ദിവസം നിങ്ങൾ വീടിന് തുടക്കം കുറിക്കരുത്, ഇന്ന ദിവസം നിക്കാഹ് നടത്തണ്ട, ഇന്ന ദിവസം കല്യാണം നിശ്ചയിക്കണ്ട. കാരണം നഹ്സാണ്. നഹ്സ് എന്ന് പറഞ്ഞാൽ ബർക്കത്തില്ലാത്ത ദുർദിനങ്ങളാണ്. എവിടെയാണ് അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞത്? സ്വഹീഹായ ഹദീസ് വേണം, ഏതെങ്കിലും ലഈഫായ ഹദീസ് പോരാ. അതേ മുടി വിവാദം നാട്ടിൽ കത്തിക്കാളുമ്പോൾ മുസ്ലിയാക്കന്മാരെ നിങ്ങളും ആവശ്യപ്പെടുന്നുണ്ടല്ലോ ശരിയായ സനദ് വേണമെന്ന്. ആ ശരിയായ സനദ് മുടിക്ക് മാത്രമല്ല ബാധകം, നബി തങ്ങളുടെ വാക്കിനും ബാധകമാണ്, നബി തങ്ങളുടെ വിശ്വാസത്തിനും ബാധകമാണ്, നബി തങ്ങളുടെ പ്രവർത്തനങ്ങൾക്കും ബാധകമാണ്. അല്ലാഹുവിന്റെ റസൂൽ ഏതെങ്കിലും ദിവസത്തിന് അതേ ആ ദിവസം ശരിയല്ല, നഹ്സാണ്, ദുർദിനമാണ് എന്ന് പഠിപ്പിച്ച ഹദീസ് ഉണ്ടെങ്കിൽ, സ്വഹീഹായ സനദോടെയുണ്ടെങ്കിൽ അതൊന്നുദ്ധരിക്കൂ. സാധ്യമല്ല. സ്വഹീഹായ ഒരൊറ്റ ഹദീസുകളിലും ദിവസങ്ങളെ മോശപ്പെടുത്തുന്ന പരിപാടിയില്ല. മുഹറം 10 കഴിയാതെ കല്യാണമില്ല. എന്തേ കാരണം? അത് വളരെ മോശപ്പെട്ട ദിവസം എന്ന നിലക്കാണ് നമ്മുടെയൊക്കെ നാടുകളിൽ കണ്ടത്. ആ മാസം മറഞ്ഞു കാണുന്നത് പോലും അപലക്ഷണമായി കൊണ്ട് പഠിപ്പിച്ച്, അതേ ചില പക്ഷികളുടെ മൂളൽ പോലും കൂമൻ മൂളിയാൽ അതേ മരണവാർത്തയാണ് അറിയിക്കുന്നത് എന്ന് നാട്ടിൻ പുറത്തുള്ള ആളുകൾ പണ്ട് കാലത്ത് വിശ്വസിച്ചു. ആരാണ് ഈ വിശ്വാസം ഇവിടെ കൊണ്ടുവന്നത്? ആരാണ് ഇതിനൊക്കെ ഉത്തരവാദികൾ? മുജാഹിദുകളാണോ? ഈ സമുദായത്തിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന അന്ധവിശ്വാസങ്ങളോട്, അനാചാരങ്ങളോട് തെളിവിന്റെ പിൻബലത്തിൽ സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച മുജാഹിദുകളുടെ ഇതുപോലെയുള്ള പ്രഭാഷണങ്ങൾ കൊണ്ട് നാട് നീങ്ങിയ ഒട്ടേറെ ദുരാചാരങ്ങളിൽപ്പെട്ട പല ആചാരങ്ങളിൽ ഒന്നാണ് ഈ രൂപത്തിലുള്ള നഹ്സ് വിശ്വാസങ്ങൾ. എന്നാൽ ഇപ്പോഴും ഇവരുടെ സ്ഥാപനങ്ങളിൽ നിന്ന് പുറത്തിറക്കുന്ന കലണ്ടറുകളിലതാ
റമദാനിൽ പോലും ദുഷിച്ച ദിവസങ്ങളുണ്ടത്രേ. ദുൽഹജ്ജ് 10-നും ദുഷിച്ച ദിവസമാണത്രേ. എല്ലാ ദിവസവും പല ദിവസങ്ങളിൽ എല്ലാ മാസവും അവസാനത്തെ ബുധൻ വളരെ മോശപ്പെട്ട ദിവസമാണത്രേ. അങ്ങനെ ദിവസങ്ങളെ മോശമാക്കുന്ന, നഹസാക്കി തള്ളുന്ന ഈ സംസ്കാരം പ്രവാചകൻ പഠിപ്പിച്ച ദീനിലില്ല, സ്വഹാബത്ത് വിശ്വസിച്ച ദീനിലില്ല. ആ പാതയിലേക്ക്, റസൂലുള്ളാഹിന്റെ പാതയിലേക്ക്, സ്വഹാബത്തിന്റെ പാതയിലേക്ക് മടങ്ങണേ. ഇതാണ് മുജാഹിദുകൾ എല്ലാ കാര്യങ്ങളിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി സഹോദരന്മാരെ, അടുത്ത ആരോപണം പലപ്പോഴും എന്താ പറയാറുള്ളത്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഇവര് നിന്ദിക്കുന്നവരാണ്. ഇവര് പലപ്പോഴും പ്രസംഗിക്കുന്നു എന്ത്? സാധാരണക്കാരുടെ ഖൽബുകളിൽ നിന്ന്, അവരുടെ മനസ്സുകളിൽ നിന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഓടുള്ള സ്നേഹം ഇല്ലാതാക്കാൻ മുജാഹിദുകൾ പ്രസംഗിക്കുന്നുവത്രേ, മുജാഹിദുകൾ എഴുതുന്നുവത്രേ. ഇല്ല ഇല്ല, ശുദ്ധ കളവാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള സ്നേഹം ഇല്ലാതെ മുസ്ലിമായി ജീവിക്കാൻ ില്ല. അവിടുന്ന് പഠിപ്പിച്ചില്ലേ, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ കൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. മുത്ത മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങളിൽ ഒരാളും യഥാർത്ഥ വിശ്വാസിയായി തീരുകയില്ല. ഏതുവരെ? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം നിങ്ങളുടെ ബാപ്പയോടല്ല, ഉമ്മയോടല്ല, നാട്ടുകാരോടല്ല, വീട്ടുകാരോടല്ല, ലോകത്തുള്ള എല്ലാവരെക്കാളും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ ഞാനായി തീരുന്നത് വരെ നിങ്ങളിൽ ഒരാളും സമ്പൂർണ്ണ മുഅ്മിനല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അതുകൊണ്ടാണ് മറ്റുള്ളവരാരുടെ പേര് പറയുമ്പോൾ ഇല്ലാത്ത ബഹുമാനം മുഹമ്മദുൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഖൽബിലുണ്ട്. അത് കേൾക്കുമ്പോൾ ഒരു സാധാരണ നാട്ടിലെ ഒരു മുഹമ്മദിന്റെ പേര് കേൾക്കും പോലെയല്ല, നമ്മളതാ പ്രാർത്ഥിക്കുന്നു, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അല്ലാഹുവേ, നബി തങ്ങൾക്ക് ഗുണം ചെയ്യണേ. അതാണ് സ്വലാത്ത്. അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ ഒരു തവണ സ്വലാത്തിനെ ചോദിച്ചാൽ അല്ലാഹു അത് ചോദിച്ചവർക്ക് 10 പ്രതിഫലം കൊടുക്കുമെന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതാണ്. അതിലൊന്നും ഇവിടെ ആർക്കും ഒരു തർക്കമില്ല. നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ടും മുജാഹിദുകളെ കുറിച്ച് പരാതി എന്താ? അവർക്ക് സ്വലാത്തില്ല, അവർക്ക് സ്വലാത്തില്ല. ഞങ്ങൾ സ്വലാത്ത് ചൊല്ലി കാശ് പിരിക്കാറില്ല, സ്വലാത്ത് നഗർ നടത്തിയിട്ട് ലക്ഷങ്ങൾ വരാറില്ല, സ്വലാത്ത് നഗർ നടത്തിയിട്ട് അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ച് തേടാറില്ല. ഞങ്ങൾ സ്വലാത്തുകൾ ചൊല്ലുന്നവരാണ്, അവിടുന്ന് പഠിപ്പിച്ചതാണ്. പല ഘട്ടങ്ങളിൽ സ്വലാത്തുണ്ട്. പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ ബിസ്മില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. പള്ളിയിൽ നിന്ന് പുറത്തു കിടക്കുമ്പോൾ ബിസ്മില്ലാഹ് വസ്സലാത്തു അലാ റസൂലില്ലാഹ്. ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ ബാങ്ക് വിളിക്കുന്നത് കേൾക്കുന്ന മുസൽമാൻ ബാങ്ക് വിളിക്കുന്നവൻ പറയുന്നത് പോലെ ഏറ്റു പറഞ്ഞ് അവസാനം അവൻ എന്തു പറയുന്നു? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അതേ, സമ്പൂർണമായി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി സ്വലാത്ത് ചൊല്ലുന്നു. ശേഷം ഞങ്ങൾ പറയുന്നു, അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദനിൽ വസീലത വൽ ഫളീല വബഅസുഹു മഖാമൻ മഹ്മൂദൻ അല്ലദീ വഅത്ത. ഇത് പറഞ്ഞാൽ നാളെ പരലോകത്ത് എന്റെ ശഫാഅത്ത് ആ വ്യക്തിക്ക് കരസ്ഥമാകുന്നതാണെന്ന് നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് നാളെ മഹ്ശറിൽ അങ്ങ് ശഫാഅത്ത് തരണേ എന്ന് ഇവിടെ വെച്ചുകൊണ്ട് അശ്ശഫാഅത ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുസ്ഫീഖാ വാഹ്ലനാ ഇൻദാഅ സയ്യിദി ഖൈറൻ നബി. ഓ നബിയേ, ഞങ്ങൾക്ക് നാളെ ഖിയാമത്ത് നാളിൽ ശഫാഅത്ത് തരണേ എന്ന് നബി തങ്ങളോട് വിളിച്ച് തേടുന്ന മങ്കൂസ് മൗലൂദിലെ വരി സുന്നത്ത് ജമാഅത്തിന്റെ ആദർശമല്ല. നബി തങ്ങളോടല്ല ശഫാഅത്തിനെ ചോദിക്കേണ്ടത്,
അല്ലാഹുവിനോട്, അല്ലാഹുവേ, നാളെ മഹ്ശറിൽ നിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശഫാഅത്ത് പറയുമ്പോൾ എനിക്ക് വേണ്ടി ശുപാർശ പറയാൻ അല്ലാഹുവേ നീ അനുവാദം കൊടുക്കണേ. ആ പുണ്യമുദ്ദേശിച്ചുകൊണ്ട് അതേ ബാങ്ക് വിളി കഴിഞ്ഞാൽ സ്വലാത്ത് ചൊല്ലിയിട്ട് ഈ ദുആ ചൊല്ലുന്നവർക്ക് എന്റെ ശഫാഅത്ത് കരസ്ഥമാകുന്നതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവിലും ബഹുമാനമുള്ള നേതാവാണ്, ആഖിറത്തിലും ബഹുമാനമുള്ള നേതാവാണ്. അതേ അവസരത്തിൽ ആ നബിയെ നിന്ദിച്ചുകൊണ്ട് നടക്കുന്നത് ഞങ്ങളല്ല. നബി തങ്ങളെ നിന്ദിക്കുന്ന ഒരു ഏർപ്പാട് ഈ ലോകത്ത് ഇന്നും നടക്കുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ നുണ പറയുന്നു, നബി തങ്ങൾ പറയാത്തത് പറഞ്ഞു എന്ന് പ്രചരിപ്പിക്കുന്നു. നബി തങ്ങളുടെ ശരീരത്തിന്റെ അവശിഷ്ടമല്ലാത്തതിനെ നബി തങ്ങളുടെ മുടിയാണെന്ന് പറഞ്ഞു നടക്കുന്നു, നബിയുടെ ജുബ്ബയാണെന്ന് പറയുന്നു, നബിയുടെ മെതിയടിയാണെന്ന് പറയുന്നു, നബിയുടെ വടിയാണെന്ന് പറയുന്നു, നബിയുടെ മുടിയാണെന്ന് പറയുന്നു. ആരാ നിങ്ങളെ പഠിപ്പിച്ചത്? അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ അവിടുത്തേതല്ലാത്ത ഒന്ന് നബി തങ്ങളുടെ പേരിൽ വെച്ച് കെട്ടിയിട്ട് അതും അതാ എത്രയോ നീളമുള്ള മുടി അല്ലാഹുവിന്റെ റസൂലിന്റെ മുടിയാണ് പോലും. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നിന്ദിക്കുന്ന കക്ഷികൾക്കെതിരെ അതേ കേരളത്തിൽ ശബ്ദിക്കുന്ന മുജാഹിദുകൾ അല്ലാഹുവിന്റെ റസൂലിനെ നിന്ദിക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല. നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അല്ലാത്ത ഒരു മുടിക്കഷ്ണം ഏത് മർക്കസിൽ വെച്ച് എവിടെ നിങ്ങൾ കൊണ്ടുവച്ചാലും, നിങ്ങൾ എത്ര കോടികൾ പിരിച്ചാലും, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ കള്ളം പറയുന്നവന്റെ ഗതി എന്താണ്? മൻ കദബ അലയ്യ മുതഅമ്മിദാ ഫൽയതബവ്വ മഖഅദഹു മിനന്നാർ. എന്റെ പേരിൽ ആരെങ്കിലും കള്ളം പറഞ്ഞാൽ നരകത്തിൽ അവന്റെ ഇരിപ്പിടം അവൻ ഒരുക്കിക്കൊള്ളട്ടെ. ചിന്തിക്കൂ മുസ്ലിമേ, അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കല്ലാത്തത് പറഞ്ഞിട്ട് അത് നബിതങ്ങൾ പറഞ്ഞു എന്ന് പറയുക, നബിതങ്ങളുടെ മുടിയല്ലാത്തത് കൊണ്ടുവന്നിട്ട് അതിട്ട വെള്ളം വിറ്റ് നടക്കുക, അത് 25,000-നും 50,000-നും അതേ നിങ്ങൾ വിൽക്കുന്നു നബിതങ്ങളെ വിറ്റ് കാശാക്കുവാൻ. അതേ മുസ്ലിമീങ്ങൾ സമ്മതിക്കൂല. ആദർശം കൊണ്ടാ ഞങ്ങൾ പറയുന്നത്, ഞങ്ങളുടെ കയ്യിൽ ആദർശമാണുള്ളത്. ഹബീബായ നബിതങ്ങളോടുള്ള സ്നേഹം കൊണ്ടാ പറയുന്നത്. അവിടുന്ന് പഠിപ്പിക്കാത്ത ഒരാദർശം ഈ ലോകത്ത് വിറ്റ് ചെലവഴിക്കാൻ മുസ്ലിമീങ്ങൾ സമ്മതിക്കൂല. അതിന് ഞങ്ങളുടെ കയ്യിൽ ആയുധമുള്ളത് ബോംബല്ല, തോക്കല്ല, കത്തിയല്ല, കുന്തമല്ല. ഞങ്ങളുടെ കയ്യിലുള്ള ആയുധം അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളാണ്. ഇതാ ഞങ്ങൾക്ക് പറയാനുള്ളത്. അതെ, ഇത് പറഞ്ഞതിനാണോ നിങ്ങൾ നബിതങ്ങളെ ഞങ്ങൾ നിന്ദിക്കുന്നു എന്ന് പറയുന്നത്? അല്ലാഹുവിന്റെ റസൂല് സാധാരണക്കാരനാണ് പോലും. ദിവസവും കൂമ്പാരമായി മുത്തുനബി തെറ്റ് ചെയ്യുന്നയാളെന്നാണ് അത്രേ മുജാഹിദിന്റെ വിശ്വാസമെന്ന് അതേ കള്ളപ്രചരണം നടത്തുമ്പോൾ അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആചാരങ്ങളോട്, സംസ്കാരങ്ങളോട്, സ്വഭാവങ്ങളോട് എതിരി നിൽക്കുന്ന കക്ഷികളാ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഇവര് നിന്ദിക്കുന്നു, അതേ പുച്ഛിക്കുന്നു, പരിഹസിക്കുന്നു. അതൊരിക്കലും ശരിയല്ല. നിങ്ങളുടെ വാദം അപവാദമാണ്. അതെ, ഇനിയും കേട്ടോ സഹോദരന്മാരെ, ഞങ്ങളുടെ പള്ളികളിൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നു? ജനങ്ങൾക്കതാ മനസ്സിലാകുന്ന ഭാഷയിൽ ഖുതുബ നിർവഹിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ഒരൊറ്റ ഖുതുബയും ജനങ്ങൾക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ അവിടുന്ന് നടത്തിയിട്ടില്ല. അവിടുന്ന് ഖുർആൻ ഓതിയിട്ട് ജനങ്ങളോട് ഉത്ബോധനം നടത്തിയിരുന്നു. അതിങ്ങനെ ബുക്ക് നോക്കിയിട്ട് ഏട് നിർത്തിയിട്ട് മിമ്പറിൽ നിന്ന് അതേ ഇങ്ങനെ വായിച്ചാൽ അത് ജനങ്ങൾക്ക് തിരിയുമോ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും ഒരിക്കൽ അറബിയല്ലാത്ത ഭാഷയിൽ ഖുതുബ നടത്തിയോ എന്ന് ചോദിക്കുന്ന സഹോദരാ, തിരിച്ചൊന്ന് ചോദിക്കട്ടെ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ഏതെങ്കിലും ഒരു ഖുതുബ ആ പള്ളിയിലെ ജനങ്ങൾക്ക് മനസ്സിലാകാത്ത ഭാഷയിലാണ് നടത്തിയതെന്ന് തെളിയിക്കാൻ സാധ്യമാണോ? ഇല്ല. ഈ കേരള
കേരളത്തിൽ തന്നെ എത്രയോ പള്ളികളിൽ ഖുതുബയുടെ ഭാഷ മലയാളത്തിൽ പരിഭാഷകൾ നടത്തിയിരുന്നില്ലേ? എത്രയോ പള്ളികളിൽ ഖുതുബ പരിഭാഷ നിലവിലുണ്ടായിരുന്നില്ലേ? ഇന്നും മഞ്ചേരിയിലെ സെൻട്രൽ ജുമാഅത്ത് പള്ളിയിൽ ഖുതുബ മലയാളത്തിൽ നടത്തുന്നില്ലേ? അതെ, സമസ്തയുടെ കഴിഞ്ഞുപോയ എത്ര ആലിമീങ്ങൾ മിമ്പറിൽ വെച്ച് മലയാള പരിഭാഷ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അത് ഹറാമാണല്ലേ? അതേപോലെ തന്നെ ഞങ്ങളുടെ പള്ളികളിൽ സ്ത്രീകൾ നമസ്കരിക്കാൻ പോകുന്നുണ്ട്. അതിന് ഞങ്ങളായിട്ടുണ്ടാക്കിയ നിയമമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പിന്നിലതാ കുന്ന നിസാഉൽ മുഅ്മിനാത്തി യശ്ഹദുന മാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വലാത്തൽ ഫജ്രി മുതലസ്സിയാത്തിൻ ബിമുറൂതിഹിന്ന വയൻഖലിബുന ഇലാ ബുയൂതിഹിന്ന ഹീന യഖ്ദീന الصلاة ولا يعرفهن أحد من الغلسين. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മദീനത്തെ പള്ളിയിൽ നബി തങ്ങളുടെ പിന്നിലതാ മുസ്ലിം സഹോദരിമാര് സ്വഹാബ വനിതകൾ സുബഹി നിസ്കാരത്തിന് ഇരുട്ടത്ത് എത്തുന്നു. നിസ്കാരം കഴിഞ്ഞ് മടങ്ങി പോകുമ്പോൾ ആരാണ് പോകുന്ന സ്വഹാബ വനിത എന്ന് തിരിച്ചറിയാനാവാത്ത വിധം ഇരുട്ടുള്ള നേരത്തവർ മടങ്ങിപ്പോകുന്നു. മക്ക പള്ളിയിൽ പെണ്ണുങ്ങൾ പങ്കെടുക്കുന്നു, മദീനത്തെ പള്ളിയിൽ പങ്കെടുക്കുന്നു, ബൈത്തുൽ മുഖദ്ദസിൽ പങ്കെടുക്കുന്നു, ലോകത്ത് മുഴുവനും പങ്കെടുക്കുന്നു. UAE-യിൽ പങ്കെടുക്കുന്നു, സൗദി അറേബ്യയിൽ പങ്കെടുക്കുന്നു, ഖത്തറിൽ പങ്കെടുക്കുന്നു, ബഹ്റൈനിൽ പങ്കെടുക്കുന്നു, ഒമാനിൽ പങ്കെടുക്കുന്നു, മലേഷ്യയിൽ പങ്കെടുക്കുന്നു, സിംഗപ്പൂരിൽ പങ്കെടുക്കുന്നു. അതെ, നിങ്ങളെന്താ പറയല്? ഈ 4 മുജാഹിദിന്റെ കേരളത്തിലെ പള്ളി വിട്ടാൽ ലോകത്തെവിടെയും അറബിയല്ലാത്ത ഭാഷയിൽ ഖുതുബയിൽ എന്ന് പറയുന്നവരെ മലേഷ്യയിൽ പോകാൻ, സിംഗപ്പൂരിൽ പോകാൻ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഈ ഉള്ളവന് അവസരം കിട്ടിയപ്പോൾ നിങ്ങൾ വളരെ ഊറ്റത്തോടെ പറയുന്ന സ്ഥലമല്ലേ മലേഷ്യ? ഷാഫി മദ്ഹബാണെന്നും അശ്ശരി ത്വരീഖത്താണെന്നും നിങ്ങൾ ഊറ്റം കൊള്ളുന്ന മലേഷ്യയിലെ പള്ളികളിലതാ ഖുതുബ മലായി ഭാഷയിലാണ്. ഖുതുബ മലായി ഭാഷയിലാണ്, അറബിയിലല്ല. ആ പള്ളികളിൽ 5 നേരവും പെണ്ണുങ്ങൾക്ക് ജമാഅത്ത് നിസ്കരിക്കാൻ സൗകര്യമുണ്ട്. നിങ്ങൾ മുജാഹിദിന്റെ പള്ളികളിൽ അതേ ഫാമിലി റൂമുണ്ടെന്ന് പരിഹസിക്കാറില്ലേ? അതേപോലെ കർത്തനിട്ട് തിരിച്ച 100 കണക്കിന് പള്ളികളതാ മലേഷ്യയിൽ അതാ സ്ത്രീകൾ 5 നേരം ജമാഅത്തിന് പങ്കെടുക്കുന്നു. നിങ്ങളോ മലേഷ്യയിൽ പോയാൽ നിങ്ങൾ ഏത് പള്ളിയിലാ ജുമഅക്ക് പങ്കെടുക്കുന്നത്? അതേ മഹാന്മാരായ ഇമാമിങ്ങളെ അതേ ഹറമിലെ ഇമാമിന്റെ പിന്നിൽ തുടർന്നുകൂടാ എന്നവരെ ഈ കൂട്ടര് പ്രസംഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതെ, ഒരു മുസ്ലിയാര് പ്രസംഗിക്കുന്നു. എന്താ പ്രസംഗിക്കുന്നത്? മദീനത്തെ പള്ളിയിലേക്ക് മുസ്ലിയാരും അനുയായികളും കയറി ചെന്നതാണത്രേ ഒരു ജുമാ ദിവസം. അപ്പോൾ പള്ളിയിലെ മിമ്പറിൽ നിന്നുണ്ടത്രേ മദീന പള്ളിയിലെ ഖത്തീബ് ഇങ്ങനെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നുണ്ടത്രേ. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് എന്ന് പറയുന്നുണ്ടത്രേ. അത് കേട്ടപ്പോൾ ഈ മുസ്ലിയാർക്ക് ചൂടാവുകയാണ്. ആരാണടോ ഇവരൊക്കെ എന്നും ചോദിച്ച് മൂപ്പര പള്ളിയിൽ ജുമാ നിസ്കരിക്കാതെ ളുഹ്ർ നിസ്കരിച്ചു അത്രേ. ഇന്നാ ലില്ലാഹ്. ഇവരുടെ കൂടെ ഹജ്ജിന് പോകുന്നവന്റെ കഷ്ടം, ഇവന്റെ ഗ്രൂപ്പിൽ ഉംറക്ക് പോകുന്നവന്റെ കഷ്ടം. മദീനത്തെ പള്ളിയിൽ പോയിട്ട് ജുമഅക്ക് വരെ നിസ്കരിക്കാൻ ഇമാമിനെ തുടരാൻ പറ്റില്ലെന്ന് പറയുന്ന കക്ഷികൾ അതേ അവരിൽ പലരും തുടരുന്നുണ്ട്. ചിലർക്ക് തുടരാൻ പറ്റുകയില്ല പോലും. ഇവരെന്ത് ഇസ്ലാമാ പ്രചരിപ്പിക്കുന്നത്? ഇവരേത് ദീനാ പ്രചരിപ്പിക്കുന്നത്? അതുകൊണ്ട് പറയട്ടെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചിരുന്ന വിശ്വാസം, അവിടുന്ന് പഠിപ്പിച്ചിരുന്ന ആചാരം, അവിടുന്ന് പഠിപ്പിച്ചിരുന്ന സംസ്കാരം അത് ജീവിതത്തിൽ മുഴുവൻ പാലിക്കുമ്പോൾ അതേ മനുഷ്യൻ നന്നാവുകയാണ്. അവന്റെ കണ്ണ് നന്നാവുകയാണ്, അവന്റെ കാത് നന്നാവുകയാണ്, അവന്റെ നാവ് നന്നാവുകയാണ്. അതേ വീടുകളിൽ സാംസ്കാരികമായ അധപ്പതനത്തിന് കാരണമാകുന്ന ടിവികൾ ഉപയോഗപ്പെടുത്തിയിട്ട് സിനിമ കാണുന്നോ പെങ്ങളെ, സിനിമ കാണുന്നോ ഉമ്മമാരെ, സീരിയൽ കാണുന്നോ ഉപ്പമാരെ, മക്കളെ നിയന്ത്രിക്കാതെ അവർക്കതാ എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്ത് സർവ്വ അഴിഞ്ഞാട്ടത്തിന്റെയും ഫിലിമുകൾ വീടുകളിൽ വെച്ച് കണ്ടു രസിക്കുന്ന ഓ മുസ്ലിമീങ്ങളെ, കണ്ണുകൊണ്ടാ നിങ്ങൾ വ്യഭിചരിക്കുന്നത്. മഹാനായ നമ്മുടെ നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അരുതാത്തത് നോക്കി രസിക്കുന്നത് കണ്ണുകൊണ്ടുള്ള വ്യഭിചാരമാണ്, അതേ കാതുകൊണ്ടുള്ള വ്യഭിചാരമാണ്. അരുതാത്തത് പറയൽ
നാവുകൊണ്ടുള്ള വ്യഭിചാരമാണ്. ഈ രൂപത്തിൽ വീടുകളെ ഒരു മിനി സിനിമാ കൊട്ടകകളാക്കി മാറ്റിക്കൊണ്ട്, സിനിമാ ടാക്കീസുകളായി മാറ്റിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയെ കാറ്റിൽ പറത്തുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരീ, പടച്ച റബ്ബിനെ ഓർമ്മ വേണം. നിസ്കാരം 5 നേരം നിർവഹിക്കണം, അത് ജമാഅത്തായി നിർവഹിക്കണം. പലിശ വാങ്ങാൻ പാടില്ല, മദ്യം നുണയാൻ പാടില്ല. അതേ, മദ്യമുക്തമായ ഒരു കേരളത്തിന് വേണ്ടിയുള്ള അധ്വാനം നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ അവിടെയും വെറും രാഷ്ട്രീയ ചിന്ത പോരാ. സമൂഹം നന്നാവണം, സമൂഹം നന്നാവണം. അതേ, സമൂഹത്തിൽ സൗഹാർദ്ദമുണ്ടാകണം. പക്ഷേ സമൂഹത്തിലെ സൗഹാർദ്ദം എന്ന് പറയുമ്പോൾ മറ്റു മതക്കാരുടെ ആചാരങ്ങളെ കടമെടുത്തുകൊണ്ടല്ല സൗഹാർദ്ദം വേണ്ടത്. മതസൗഹാർദ്ദം എന്ന് പറഞ്ഞിട്ട് ഒരു സമൂഹത്തിന്റെ ആചാരങ്ങളെ നമ്മൾ കൈക്കൊള്ളരുത്. ശരിക്കും മനസ്സിലാക്കണം. ഈ നാട്ടിൽ ഒരു വിവാദമുണ്ടെന്ന് കേട്ടോ. എന്താണ്? ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം അലങ്കരിക്കുന്ന ഒരു വനിത വിളക്ക് കൊളുത്തി പോലും ഒരു സ്ഥലത്ത് പോയിട്ട്, ഓ സഹോദരാ, അതിനെക്കുറിച്ച് ഇവിടെ ബാനറുകൾ കാണുന്നു. അതേ പ്രിയപ്പെട്ട മുസ്ലിമേ, ഒരു ഇസ്ലാമികമായ ചടങ്ങുകളിലും നമുക്കൊരു വിളക്ക് കൊളുത്തുന്ന സമ്പ്രദായമില്ല. വിളക്ക് കൊളുത്തുന്ന സമ്പ്രദായമില്ല. നിലവിളക്ക് കൊളുത്തുക എന്ന് പറയുന്നത് ഇസ്ലാമികമായിട്ടുള്ള അതിന്റെ വിധി എന്താണ് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. നിലവിളക്ക് കൊളുത്തുന്നതിനെ പറ്റി അതേ ഇവിടുത്തെ സുന്നികൾ എന്ന് പറയുന്ന ആളുകൾ എന്തേ പഠിപ്പിക്കാതെ പോയത്? അതേ, അവര് തന്നെ അതാ എഴുതി വെക്കുകയാണ്. അവരുടെ മാസികയിലേക്കുള്ള ചോദ്യം കേട്ടോ, ശരിക്ക് ശ്രദ്ധിച്ചോ. ഒരാൾ ചോദിക്കുകയാണ്, നിലവിളക്ക് കത്തിച്ച് സ്ഥാപനങ്ങളും മറ്റും ഉദ്ഘാടനം ചെയ്യുന്നതായി കാണുന്നു, ഇത് ശരിയാണോ? സുന്നികളുടെ പത്രത്തിൽ സമസ്തക്കാരുടെ സമസ്തക്കാരുടെ പത്രത്തിലേക്കാണ് ചോദ്യം. വിഭാഗത്തിലെ പത്രത്തിലെ മുഫ്തി മറുപടി പറയുന്നു. എന്താണ് ചോദ്യം? നിലവിളക്ക് കത്തിച്ച് സ്ഥാപനങ്ങളും മറ്റും ഉദ്ഘാടനം ചെയ്യുന്നതായി കാണുന്നു, ഇത് ശരിയാണോ? ഉത്തരം, നിലവിളക്ക് കത്തിച്ച് ഉദ്ഘാടനം ചെയ്യുക എന്നത് അമുസ്ലിംകളുടെ ആചാരമാണ്. ഇതര മതസ്ഥരുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാൻ മുസ്ലിങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. കണ്ടോ പ്രിയപ്പെട്ട മുസ്ലിമേ, ഹിന്ദു സഹോദരന്മാര് അവരുടെ ആചാരം ചെയ്യട്ടെ. മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ എന്താ പ്രിയപ്പെട്ടവരെ? നമ്മളൊക്കെ നാളെ മുതൽ അമ്പലത്തിൽ പോയി തൊഴുക, അവരൊക്കെ നമ്മുടെ പള്ളിയിൽ വന്ന് നിസ്കരിക്കുക, ഇതാണോ സൗഹാർദ്ദം? അല്ല. ഓരോ വിഭാഗവും, ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത് ഒരുപാട് മതക്കാരിവിടെയുണ്ട്. ഹിന്ദുവുണ്ട്, ക്രിസ്ത്യാനിയുണ്ട്, മുസൽമാനുണ്ട്, ഒരു മതവുമില്ലാത്തവനുമുണ്ട്. എല്ലാവരും സൗഹാർദ്ദത്തിൽ ജീവിക്കേണ്ടത് എങ്ങനെയാണ്? ഓരോരുത്തരും അവരവരുടെ വിശ്വാസങ്ങളെ കൊണ്ട് നടക്കണം, അവരവരുടെ ആചാരങ്ങളെ കൊണ്ട് നടക്കണം. അത് തടയാൻ പോകരുത്. ഒരമ്പലവും ആക്രമിക്കപ്പെട്ടുകൂടാ, ഒരു ക്ഷേത്രവും കൊള്ളിവെക്കപ്പെട്ടുകൂടാ, ഒരു പള്ളിയും തകർക്കപ്പെട്ടുകൂടാ, ഒരു കുരിശും തകർക്കപ്പെട്ടുകൂടാ. എല്ലാ ആചാരക്കാർക്കും അവരുടെ ആചാരം ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ട്. ഇന്ത്യ രാജ്യമാണ്. പക്ഷേ മുസ്ലിം അവന്റെ ദീനിന്റെ കാര്യത്തിൽ ഒരിക്കലും അവന്റെ ആചാരം കളഞ്ഞു കുളിക്കരുത്. ഇത് വർഗീയത പറയുകയല്ല, ഒരു വർഗീയത പറയുകയല്ല. കണ്ടിട്ടില്ലേ ഈ സമയത്തതാ കറുത്ത തുണിയുടുത്ത് മാലയുമിട്ട് അതേ നെറ്റിത്തടത്തിൽ ഭസ്മക്കുറിയുമായി കൊണ്ട് നടക്കുന്ന ഹൈന്ദവ സഹോദരന്മാരെ കണ്ടിട്ടില്ലേ? അവര് ശബരിമലയിലേക്ക് പോകുന്ന സഹോദരന്മാർ അതിനുവേണ്ടി മാലയിട്ട് കഴിഞ്ഞാൽ അതുവരെ അവർ വെള്ളം കുടിച്ചിരുന്ന, ഭക്ഷണം കഴിച്ചിരുന്ന മുസ്ലിം കടകളിലോ മുസ്ലിമിന്റെ വീട്ടിലോ പോയി അവർ ഭക്ഷണം കഴിക്കാറുണ്ടോ? ഇല്ല. നമുക്കതിൽ വല്ല പരാതിയും പെടേണ്ട കാര്യമുണ്ടോ? ഇല്ല. അതാ ഹൈന്ദവ സഹോദരന്റെ വിശ്വാസമാണ്. അവനത് വെച്ച് പുലർത്തട്ടെ. അവൻ മാലയിട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ എല്ലായിടത്തുനിന്നും ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നത് ആ സഹോദരന്റെ വിശ്വാസമാണ്. അതവർക്ക് വെച്ച് പുലർത്താൻ സ്വാതന്ത്ര്യമുണ്ട്. അതിനെ എതിർക്കാൻ പാടില്ല. അതവരുടെ വീക്ഷണമാണ്, അവരുടെ മതചടങ്ങാണ്, അവരുടെ വിശ്വാസമാണ്. എന്നാൽ അത് പാടില്ല, നിന്നെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് നിർബന്ധിപ്പിച്ച് ഞങ്ങളെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിപ്പിക്കുമെന്ന് ഒരു മുസൽമാന് പറയാൻ പാടുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഓരോരുത്തരും അവരവരുടെ ആചാരങ്ങൾ ചെയ്യട്ടെ. അതെ, ഹൈന്ദവർ അവരുടെ ചടങ്ങുകൾക്ക് വിളക്ക് കൊളുത്തട്ടെ. ക്രിസ്ത്യാനി ക്രിസ്മസ്
അതേ ക്രിസ്തുമസ് ആയാൽ സ്റ്റാർ തൂക്കിക്കോട്ടെ. മുസ്ലിമേ, ഒരൊറ്റ വീട്ടിലും സ്റ്റാർ തൂക്കണ്ട. ഡിസംബർ ആയി കഴിഞ്ഞാൽ ചില മുസ്ലിമീങ്ങളുടെ വീട്ടിലും അതാ സ്റ്റാർ തൂക്കുന്നു. അങ്ങനെ സ്റ്റാർ തൂക്കുന്നതിനെ പറ്റി ഇസ്ലാമിന്റെ വിധി എന്താണ്? അങ്ങനെ സ്റ്റാർ തൂക്കാൻ നമുക്ക് പാടുണ്ടോ? ഇല്ല, ഇല്ല. ശരിക്കും നിങ്ങൾ മനസ്സിലാക്കിക്കോ, സ്റ്റാർ തൂക്കുന്ന ക്രിസ്തീയമായ സമ്പ്രദായം ഒരു മുസ്ലിമും എടുക്കാൻ പാടില്ല. ക്രിസ്മസിന്റെ കേക്ക് വാങ്ങി അത് മുറിച്ച് ക്രിസ്മസിന്റെ കേക്ക് വാങ്ങിയിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നത് പോലും കുഫ്റാണെന്ന് അതേ ഈ ഭാഗത്തിന്റെ സത്യധാര മാസികയിൽ പോലും എഴുതിയിട്ടില്ലേ? അതുകൊണ്ട് നിലവിളക്ക് കൊളുത്തുന്നതിനെ പറ്റി പിന്നെയും കേട്ടോ, ശരിക്ക് കേട്ടോ. ഓ പഞ്ചായത്ത് പ്രസിഡന്റുമാരെ, മന്ത്രിമാരെ, MLA-മാരെ, നിങ്ങൾ ശരിക്കും ഇസ്ലാം പഠിച്ചോ, ശരിക്ക് പഠിച്ചോ. ഇത് ഞങ്ങൾ എഴുതിയതല്ല. ഇവിടെയുള്ള ഭൂരിപക്ഷത്തിന്റെ, ഈ മഹലിലെ ഭൂരിപക്ഷത്തിന്റെ ആളുകളുടെ മാസികയിൽ നിന്ന് ഇനിയും ഞാൻ വായിക്കട്ടെ, ശ്രദ്ധിച്ചു കേട്ടോ. ഇസ്ലാം ശരീഅത്ത് പ്രകാരം ബഹുദൈവ വിശ്വാസത്തിന്റെ ഭാഗമായ പ്രവൃത്തിയാണ് നിലവിളക്ക് കൊളുത്തൽ. അത് മനസ്സിലാവാൻ ജാമിയ നൂരിയയിൽ പോയി പൈസി ബിരുദം എടുക്കേണ്ടതില്ല. തൊട്ടടുത്ത മദ്രസയിൽ 5ാം തരം വരെ പഠിച്ചാൽ മതി. വലിയ പൈസി ബിരുദൊന്നും വേണ്ട. 5ാം തരം വരെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം ഇത് പാടില്ലെന്ന്. ഇനിയും കേട്ടോ, റീത്ത് വെക്കൽ, തിലകം ചാർത്തൽ, നിലവിളക്ക് കൊളുത്തൽ, ആയുധപൂജ നടത്തൽ, ഭൂമി പൂജ നടത്തൽ, ഇതൊക്കെ ചെയ്തിട്ട് വേണോ താനൊരു മതേതരവാദിയാണെന്ന് ബോധ്യപ്പെടുത്താൻ. ഇനിയും കേട്ടോ, കേരളത്തിൽ ഈ മാതിരി നേതാക്കൾ അധികം ഉണ്ടായിരുന്നില്ല. അല്പമൊക്കെ വകതിരിവും മതബോധവും അഭിമാനബോധവും ഉണ്ടായിരുന്നു എന്നാണ് ഈ അടിമത്തം നമ്മെ പിടികൂടിയത്. എനിക്കേട്ടോ, ദുനിയാവിലെ സ്ഥാനമാനങ്ങളെക്കാൾ ചെറുതാണോ ഇസ്ലാമിന്റെ സാംസ്കാരിക അടയാളങ്ങൾ? കേരളം പ്രബുദ്ധരുടെ നാടാണ്. പദവികൾ വാങ്ങാനും നിലനിർത്താനും കാണിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളെ നാണംകെട്ട ഏർപ്പാടെന്നവർ വിളിച്ചിരിക്കും. അതുപോലെ ഇവർക്കൊക്കെ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ലീഡർഷിപ്പ് ക്വാളിറ്റിയുടെ കനവും ആയുസ്സും കണക്കാക്കാൻ കേരളീയ മുസ്ലിം ഉമ്മത്തിന് കഴിവുണ്ടെന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു. സുന്നി അഫ്കാർ വാരിക,